ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് പല ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതായത് ഫുൾ ടൈം അതിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും, ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു പഠിക്കുന്നതിനോടൊപ്പം ഡിഗ്രിയോ അതല്ലെങ്കിൽ PGയോ അതല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് തൊട്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൗസ് ഹോൾഡ് വർക്കുകളോടൊപ്പം പഠനം കൊണ്ടുപോകുന്ന കാറ്റഗറി ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന നാലാമത്തെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഹൗസ് ഹോൾഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ഇനി 2027 ആയിട്ട് നമുക്ക് ഒരുപാട് എക്സാമുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഏത് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്ന 2 വർഷങ്ങളാണ്. ഇപ്പൊ അറിയാം ഈ ഒരു എക്സാമിന് ഇപ്പൊ നമ്മൾ 2026 നമ്മൾ നോക്കുമ്പോൾ ബെവ്കോ LTC അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSും അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ 2026 ഒരു അവസാനത്തോടു കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അടുത്ത വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട എക്സാമുകളാണ് LGSും അതുപോലെ തന്നെ LTSും അല്ലെ. ഈ 2 എക്സാമുകൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒരു ബേസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും, അതല്ല നിങ്ങൾ ചെറുതായിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എക്സാമുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ പറയുന്ന വീട്ടിലെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കൊക്കെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങേണ്ടത്, നിങ്ങൾ ബേസ് ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് സിലബസിൽ എങ്ങനെയാണ് നിങ്ങൾ കവർ ചെയ്ത് പോവേണ്ടത്, PYQ അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലി അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ, നിങ്ങൾക്കൊരു 5 to 6 അല്ലെങ്കിൽ ഒരു 7 hours നിങ്ങൾക്ക് ഒരു എന്താണ് ഹൗസ് ഹോൾഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നത് എന്നുള്ള 4 സെഷനായിട്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ്, ഒരു ബേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ എവിടെയാണ്, അതല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളാണോ, അതല്ല കുറച്ച് എക്സാമുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത്യാവശ്യം പരിചയമുള്ള ആളാണോ, എന്താണ് എന്നുള്ളത് ഓരോരുത്തരും അവനവനെ ഇന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം തന്നെ ഒരു ഒരു ഗൈഡ് എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഒരു റാങ്ക് ഫയൽ എടുത്തുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക എന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ ഒരു 1 to 2 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. മാക്സിമം 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടലി നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 1000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് തന്നെ ഒരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ പഠിക്കുക, ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നുള്ളതാണ്. അതിനെ അങ്ങ് വെറുതെ വിട്ട് കളയരുത്, 3 ഓപ്ഷൻസും അവിടെ പഠിച്ചു പോകണം. അപ്പൊ നമ്മൾ ഒരു പദ്ധതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന ഒരു പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് 4 ഓപ്ഷൻസിൽ നമുക്ക് ഒരു ശരിയായ ഉത്തരം ഉണ്ടാകും. അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇപ്പൊ സല്ലാപം, അതുപോലെ തന്നെ മന്ദഹാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമുക്ക് അതിന്റെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടാവും. ആ പദ്ധതികളും എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനോടൊപ്പം തന്നെ പഠിച്ചു. ഇതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ അടുത്തടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ അപ്പിയർ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾ പ്രിന്റ് എടുത്ത് തന്നെ അവിടെ വെക്കണം. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള സിലബസ് തന്നെ അവിടെ എടുത്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ സിലബസ് എന്ത് ചെയ്യുക, നമ്മളൊരു പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ച ഏരിയ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കവർ ചെയ്യുക, കളർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ളത് ഏതാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഈ കാര്യങ്ങളൊക്കെ ആ സിലബസ് വെച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചിലപ്പോൾ ഫുൾ ടൈം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആപ്പിൽ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പണികൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഫോണിൽ അവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു സിലബസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സിലബസിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കണം. അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയിലുള്ള രാജാ റാം മോഹൻ റോയ്, ഞാൻ ഒരു ടോപ്പിക് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ്. രാജാ റാം മോഹൻ റോയ് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിലൊരു സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള രാജാ റാം മോഹൻ റോയിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ആപ്പിൽ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ബാക്കിയുള്ള പണികൾക്കിടയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഒക്കെ ആയിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഈ നമ്മുടെ സിലബസും എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ കീ ഫാക്ടർ തന്നെയാണ്. കുറെ പഠിച്ചു വെച്ചിട്ട് കാര്യമല്ല, കൃത്യമായ ഇടവേളകളിൽ അത് കൃത്യമായ രീതി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രധാന ഏരിയയിലോട്ട് നമ്മൾ പോവാണ്, ടൈം ടേബിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടൈം ടേബിളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് സാധ്യതയുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്ലോട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കാണ്. ഓക്കെ, 5 to 6 ഉള്ള സമയം. അപ്പൊ 5 മണിക്ക് നിങ്ങളുടെ ഒരു പഠനം നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഒരു 4:30 അല്ലെങ്കിൽ 4:45 നിങ്ങൾ അവിടെ എണീറ്റിരിക്കണം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള പണികളൊക്കെ തീർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് ഒരു 5 മണിക്കൊക്കെ നിങ്ങളുടെ പഠനം അവിടെ സ്റ്റാർട്ട് ചെയ്യുക. 5 to 6 കിട്ടുന്ന ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് സ്ലോട്ട് എന്ന് പറയുന്ന നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോഴും പ്രിഫർ ചെയ്യാറ്. കാരണം ഒന്നുമല്ല, അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഓക്കെ ആയി നല്ല ഒരു ഉറക്കത്തിനൊക്കെ ശേഷം അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ള ഏരിയ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇട്ട് പോവരുത്. 5 to 6 ഉള്ള സമയം ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അവിടെ 1 മണിക്കൂർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു 4:30-ക്കോ 4:45-നൊക്കെ എണീക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു 5 മണിക്ക് അവിടെ പഠനം സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇനി അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം 5 to 6 1 മണിക്കൂർ നമ്മൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 6 to 9 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോ ഹൗസ് ഹോൾഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് അല്ലേ. കാരണം മക്കള് സ്കൂളിലോട്ട് വിടണം, അവർക്കുള്ള ഫുഡ്, രാവിലേക്കുള്ള ഫുഡ് കാര്യങ്ങൾ, ഉച്ചക്കുള്ള ഫുഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട അതല്ലെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ പറയുന്ന ചെയ്യുന്ന ഒരു സമയമാണ് 6 to 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള മാക്സിമം പണികളൊക്കെ അവിടെ തീർത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം അതിനുശേഷം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നിലോട്ടും പെർഫെക്ഷനിലോട്ട്
പുറകോട്ട് പോകരുത്. ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും ഒന്നും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ പോകരുത്. നമുക്ക് ഇതിനേക്കാൾ ഈ ഒരു വീട്ടുപണികളേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ്, മുന്നിലുള്ള എക്സാമുകൾ തന്നെയാണ്. അപ്പൊ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള പണികളെല്ലാം കുറച്ചൊക്കെ അവിടെ കടന്നോട്ടെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പൊ 6 to 9 വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോൾ, ഞാൻ എപ്പോഴും പറയാണ് ഇത് ആളുകൾക്ക് അനുസരിച്ച് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അത് വ്യത്യാസപ്പെടാം കേട്ടോ. അപ്പൊ അത് 9:30 to 12 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന ഒരു 2.5 മണിക്കൂർ സമയം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാനുള്ള ഒരു സമയമാണ് ആ 9:30 to 12 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന ഒരു സമയം, പിന്നെ അത് കഴിഞ്ഞ് 9:30 to 12 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, പഠിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ 2.5 മണിക്കൂർ ഇരുന്ന് കൃത്യമായ രീതിയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ എടുക്കാട്ടോ. ഒരു 25 മിനിറ്റ് പഠിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു 20-25 മിനിറ്റ് പഠിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള വർക്കുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും 9:30 to 12 വരെയുള്ള ഒരു സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു 2 to 4 വരെയുള്ള ഒരു 2 മണിക്കൂർ കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ 2 to 4 വരെയുള്ള ഒരു സമയം, അതിനിടയിൽ ആ ഒരു 12 to 1 വരെയുള്ള സമയം നിങ്ങൾക്ക് ബാക്കിയുള്ള പണികൾ, നിങ്ങളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ടൈം കണ്ടെത്താം. അത് കഴിഞ്ഞ് 2 to 4 വരെയുള്ള സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, എഗെയിൻ പഠിക്കാനുള്ള സമയം തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 4 മണി തൊട്ടുള്ള ഒരു സമയമാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. ഈ 4 മണി വരെ തൊട്ടുള്ള സമയം എന്ന് പറയുന്നത് പിന്നെ ഈ രാവിലത്തെ സമയം പോലെ തന്നെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും അല്ലെ. കാരണം എന്താണ്, ഇപ്പൊ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് അവരെ നോക്കേണ്ട, അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ നോക്കി പോവേണ്ട, അവരെ പഠിപ്പിക്കേണ്ട ഒരു സമയമൊക്കെ തന്നെയാണ് ഈ 4 മണിക്ക് ശേഷമുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 4 മണിക്ക് ശേഷമുള്ള സമയത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും കണ്ടെത്താനായിട്ട് പറ്റണം. അപ്പോൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്കൗട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി കണ്ടെത്താം. അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ പറയുന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. 10 മണിക്ക് ഓൾമോസ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 10 to 11 വരെയുള്ള ആ ഒരു 1 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ടോട്ടലി നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയേ, ടോട്ടലി നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് 5 to 6 നമുക്ക് എത്ര മണിക്കൂർ ഇവിടെ പഠിക്കാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. 5 to 6 1 മണിക്കൂർ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, 6 to 9 വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന 9:30 തൊട്ട് 12 മണി വരെയുള്ള ഒരു സമയം നമ്മൾ നോക്കുമ്പോൾ ഒരു 2 മണിക്കൂർ കൂട്ടാം, അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമുക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 2 to 4 വരെയുള്ള ഒരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എഗെയിൻ എത്ര മണിക്കൂർ കിട്ടി, 2 മണിക്കൂർ കിട്ടി എന്നുള്ളതാണ്. 4 മണി തൊട്ടുള്ള സമയം ഞാൻ എഗെയിൻ പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ നല്ലത്, അതല്ല എങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കുക എന്നുള്ളത്. അപ്പൊ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 6.5 മണിക്കൂർ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്ഷൻ അല്ല, വീട്ടുപണികളിലെ കാര്യങ്ങളിലൊക്കെ പെർഫെക്ഷൻ ഇവിടെ നോക്കരുത്. നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പഠനത്തിന് തന്നെ ആയിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ ഈ ഒരു സമയക്രമം എന്ന് പറയുന്നത് ഓരോരുത്തരനുസരിച്ച് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാം. പക്ഷെ ഏത് സാഹചര്യങ്ങൾക്കിടയിലാണെങ്കിലും പഠിക്കുന്നവരുണ്ട്, പഠിച്ച് സമയം കണ്ടെത്തുന്നവരുണ്ട്. ഏത് വീട്ടുപണികൾക്കിടയിലാണെങ്കിലും പഠിച്ച് നല്ല റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സമയം കണ്ടെത്തി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ചാൻസുകളാണ്, ഒരുപാട് അവസരങ്ങളാണ് ഇനിയുള്ള ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും. 2027 വരാൻ പോകുന്ന എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴെങ്കിലും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കും അവസരങ്ങളുണ്ട്, നമുക്കും സമയമുണ്ട്. ആ സമയം നമ്മൾ
നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിളിലോട്ട് ഇതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഒരു ഐഡിയ, ഒരു ഓവറോൾ ഐഡിയ തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിലബസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബാച്ചുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസും അതുപോലെ തന്നെ റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മെന്റർഷിപ്പും കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിനായിട്ട്, ഗൈഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മെന്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു പോവുക. സോ താങ്ക് യു.